വെള്ളാരങ്കല്ലിൻ്റെ പാറക്കല്ല് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പാറക്കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സൂഫി സഫാരി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പോകുന്നത് ദ്രോളിലെ ഗാബൻ ഷാപ്പിർ എന്ന് പറഞ്ഞൊരു മഹാൻ്റെ ദർഗയിലേക്കാണ്. ദ്രോളിലാണെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഗാബൻ ഷാ തങ്ങൾ ദർഗൻ്റെ ഗേറ്റ് കടക്കുമ്പം തന്നെ നമുക്ക് വേറൊരു മഹാൻ്റെ മക്ബറ കാണാൻ കഴിയും. വെള്ളിയാഴ്ച നട്ടുച്ച സമയത്താണ് ഇവിടെ എത്തുന്നത്. നല്ല വെയിലുണ്ട്, ഭയങ്കര ചൂടാണ്. ഇവിടെയൊക്കെ ഖബർസ്ഥാനമുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയൊരു ദർഗ തന്നെയാണ് ദ്രോൾ സിറ്റി തന്നെ. ഇതിൻ്റെ ബേക്കോട്ടൊക്കെ ഖബർസ്ഥാനുള്ളത്. ഇവിടെ കുറേ മഹാന്മാരെ മക്ബറുകളുണ്ട്. ദർഗൻ്റെ ചുമരിൻ്റെ മുകളിൽ കഅബ ഷരീഫിൻ്റെയും പിന്നെ അതോണം ഖുബ്ബൻ്റെ ഫോട്ടോ, അതുപോലെ മറ്റ് ദർഗകളെ ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പെയിൻറ്റിനെ കൊണ്ട്. മാഷാ അല്ലാഹ്. ഇതിവിടെ അധിക പള്ളികളിലോ ചില പള്ളികളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ തന്നെ വരച്ച് വെച്ചത്, പള്ളീൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഗാബൻ ഷാപ്പിർ വളരെ കാലം മുമ്പ് ജീവിച്ചൊരു മഹാനാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇവിടുത്തെ ദർഗയൊക്കെ കുറേ പഴക്കമുണ്ട്. പിന്നെ ഇവരുടെ ഖബർ ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരുടെ തന്നെ നമ്മൾ മുമ്പ് രാജ്കോട്ടിൽ നമ്മൾ പോയിരുന്ന സമയത്ത് അവിടെ ഒരു ദർഗ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നല്ലോ, ഗാബൻ ഷാപ്പിർ എന്ന് പറഞ്ഞിട്ട്. അവിടെ കിടക്കുന്നതും ഈ മഹാൻ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഗാബൻ ഷാപ്പിർ തങ്ങൾ കുറേ കറാമത്തുകളൊക്കെ കാണിച്ച വലിയൊരു മഹാനാണ്. ദർഗൻ്റെ പുറത്ത് വേറെയും കുറേ മഹാന്മാരെ മക്ബറകളുണ്ട്. പിന്നെ ഈ ദർഗയിൽ വരുന്ന ഏതൊരാൾക്കും ദർഗൻ്റെ മുൻവശത്ത് തന്നെ ഒരു വെള്ളാരങ്കല്ലിൻ്റെ പാറക്കല്ല് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പാറക്കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഓട്ട കാണുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഉറവ് പൊട്ടി വരാറുണ്ടായിരുന്നു 11 വർഷങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പം ഉറവ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിൽ വരുന്ന വെള്ളം ആരെങ്കിലും വേദന ഉള്ള ഭാഗത്തൊക്കെ തേക്കുകയാണെങ്കിൽ, പിന്നെ അതോണം രോഗികളൊക്കെ കുടിക്കുകയാണെങ്കിലൊക്കെ രോഗങ്ങളും അതോണം വേദനകളൊക്കെ പെട്ടെന്ന് മാറും. അത് ഇവിടുത്തെ ഈ മഹാൻ്റെ ഒരു കറാമത്താണ്.
ഈ ഒരു പാറക്കല്ല്. അൽഹംദുലില്ലാ, അങ്ങനെ ഗാബൻ ഷാ തങ്ങളെ ദർഗയിൽ സിയാറത്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു ദർഗയാണ് എന്നുള്ളത് ഇന്ന് ആദ്യമായിട്ടാണ് അറിഞ്ഞത്. കാരണം ഇവിടേക്ക് ഡ്രോണിൽ തന്നെ ആണെങ്കിലും ഇവിടേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് വരികയും ചെയ്തത്. ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ ദർഗൻ്റെ ചുറ്റും ഖബർസ്ഥാനാണുള്ളത്. ഖബർസ്ഥാനിൽ തന്നെ മറ്റു പല മഹാന്മാരെ മക്ബറകളും ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഇവിടുത്തെ മഹാന്മാരുടെ പേരിൽ എല്ലാവരും ഫാത്തിഹ ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നീക്കി തരുമാറാവട്ടെ. പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇവിടെ ഗുജറാത്തിൽ ദർഗകളുണ്ടോ, അതുപോലെ പള്ളികളുണ്ടോ, മുസ്ലിങ്ങൾ വളരെ പീഡനം അനുഭവിക്കല്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഓരോടൊക്കെ പറയാനുള്ളത്, ഗുജറാത്തിൽ ദർഗകളില്ലാത്ത സ്ഥലങ്ങളില്ല. കാരണം മുസ്ലിങ്ങളുള്ള പ്രദേശമാണെങ്കിലും ഹിന്ദുക്കൾ മാത്രമുള്ള പ്രദേശമാണെങ്കിലും അവിടെയൊക്കെ ഒന്നിലധികം ദർഗകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിയാറത്തിന് വരികയും ചെയ്യുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ എവിടെയും നടക്കുന്നുമില്ല. അതിനത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ എവിടെയും നടക്കുന്നുമില്ല ഗുജറാത്തിൽ. കാരണം ഒറ്റപ്പെട്ട എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്കും നമ്മളെ കേരളത്തിലെത്തുമ്പം അത് വലിയ വലിയ വർഗീയ കലാപങ്ങളും മറ്റുമൊക്കെയായിട്ട് മാറിത്തീരുകയാണ്. ഇവിടെ അറിയപ്പെട്ട ദർഗ എന്ന് പറയുകയാണെങ്കിൽ, ഗുജറാത്തിൽ അറിയപ്പെട്ട ദർഗ എന്ന് പറയുകയാണെങ്കിൽ അഹമ്മദാബാദും പിന്നെ അതോണം സൂററ്റ്, ജാംനഗർ, രാജ്കോട്ട് അങ്ങനെ പ്രദേശങ്ങളിലാണുള്ളത്. അറിയപ്പെട്ട ദർഗകൾ അധികം ഉള്ളത് ഇങ്ങനത്തെ വലിയ സിറ്റികളിലാണ്. മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ പള്ളികളും ധാരാളമുണ്ട്. ഇവിടെ തന്നെ മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ വരെ നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. ജാംനഗറിൽ, രാജ്കോട്ട് തന്നെ ഒരു സ്കൂൾ നടക്കുന്നുണ്ട് മർക്കസിൻ്റെ കീഴിൽ, കേരള സ്കൂൾ എന്നും പറഞ്ഞിട്ട്. അത് ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് അധികവും പഠിക്കുന്നത്. പിന്നെ അത് ഇവിടെ ഭയങ്കര ഫേമസ് ആയ സ്കൂളാണ് മർക്കസ്, രാജ്കോട്ട് മർക്കസ്. കാരണം ഭയങ്കര സെറ്റപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നല്ലാതെ വലുതായിട്ടൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗുജറാത്തിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ പല പല സ്ഥലത്തും ഇനിയും പോവാനുണ്ട്. ഇവിടെ തന്നെ കുറേ ദർഗകളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.